അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വനിതാ നിലാവ് ഖുറാനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിൽ അൽഹംദുലില്ലാ 2 ദിവസമായിട്ട് നമുക്കൊരു 4-5ഓളം പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നതേ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അനുഗ്രഹങ്ങൾ നമ്മളിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന നമ്മുടെ പുന്നാര നബിയുടെ ഇഷ്ട സ്വലാത്തിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു സ്വലാത്തിനെ നിങ്ങൾക്ക് 1001 തവണ മനസ്സിൽ നല്ലൊരു നീയത്തും വെച്ചിട്ട് നിങ്ങളെ ആവശ്യം റബ്ബിനോട് പറഞ്ഞിട്ട് ദുആ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ നല്ലൊരു വഴി റബ്ബ് നമുക്ക് തുറന്നു തരും. അപ്പോൾ അത്രയും എഫക്റ്റീവാക്കുന്ന ഈ ഒരു അമലിനെ ചെയ്തിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമാകൂലേ. പരിശുദ്ധമായിട്ടുള്ള സഫർ നമ്മളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. മുത്തിൻ്റെ മാസം നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സഫർ 15 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സഫർ അവസാനിക്കുന്നതിൻ്റെ ഉള്ളിലായിട്ട് സഫർ ഒരു 30ൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ റബീഉൽ ലെവൽ തുടങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ഒരു സലാത്തിനെ 1001 തവണ എണ്ണം തെറ്റാതെ നല്ല മനസ്സോടുകൂടെ ഒരു കളങ്കവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഏറ്റക്കുറച്ചിലില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് വളരെ വലിയ ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ റബ്ബ് ഇട്ട് തരുന്നതായിട്ട് അനുഭവിക്കാൻ തന്നെ സാധിക്കും. അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു അമലാണിത്. അപ്പോൾ അത് ഏതാണെന്ന് നമുക്ക് നോക്കിയാലോ ഇൻഷാ അല്ലാഹ്. നമുക്കതിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറില്ലേ. അതേപോലെ തന്നെ ഇതിനർഹതപ്പെടുന്നവരിലേക്ക്, ജീവിതത്തിൽ പ്രതിസന്ധിയും പ്രയാസമൊക്കെ അനുഭവിക്കുന്നവരിലേക്ക് ഈ വീഡിയോകളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യുക. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരനുഭവം ആദ്യം പറയാം. ഒരു 10-20 വർഷത്തോളം കാത്തിരുന്നിട്ടുള്ള ഒരു കാര്യമാണ്. 20 വർഷത്തെ കഠിന പ്രയാസം അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള ഒരാഗ്രഹമായിരുന്നു മനസ്സിൻ്റെ ഉള്ളിലുള്ളത്. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണല്ലേ ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് കരഞ്ഞ് ദുആ ചെയ്തിട്ടുള്ള ഒരാൾ, ഒരു ഇത്താത്ത 40 വയസ്സിൻ്റെ അടുത്ത് പോവാനായിട്ടുണ്ട്. 40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകും. ഒരുപാട് നാളായിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ എടുത്ത് നടക്കുന്ന ആളായിരുന്നു. എന്താ പറയുക, പടച്ച തമ്പുരാനോട് ഒരുപാട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു. റബ്ബേ എനിക്ക് ഹൈറായിട്ടുള്ള നല്ല രീതിയിലുള്ള ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ നല്ല സാലിഹായിട്ടുള്ള ഒരു മകനെ അല്ലെങ്കിൽ ഒരു മകളെ തരണം എന്ന് ആത്മാർത്ഥമായിട്ട് കരഞ്ഞ് ദുആ ചെയ്തിട്ടുള്ള ഒരു ഇത്തയായിരുന്നു. ആ ഇത്ത ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അള്ളാഹിൻ്റെ മഹത്തായിട്ടുള്ള അനുഗ്രഹം കൊണ്ട് ഈ അടുത്ത് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നും. കാരണം നമ്മുടെ പടച്ചോനോട് നമ്മൾ അത്രയും കരഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കത് റബ്ബ് ഏറ്റവും ഹൈറായിട്ടുള്ള രീതിയിൽ, അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന രീതിയിലായിരിക്കും തരിക. അവർക്ക് കൊടുത്തതും എന്താ പറയുക, ഒരാണും ഒരു പെണ്ണും ആയിട്ടാണ്. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണിന് ആണുമായി പെണ്ണിന് പെണ്ണുമായി ഇരട്ട കുട്ടികളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു തആല എന്താണെങ്കിലും അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തൊക്കെ കൊടുക്കട്ടെ. നമുക്കും ഇത്തരത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് നാളായിട്ട് ഇടങ്ങേറായിട്ട് ഇരിക്കുന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകൂലേ. ആ ആഗ്രഹങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നീയത്ത് വെക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യം എന്തായിക്കോട്ടെ, നമ്മളിപ്പോൾ ഇനി ഒരു സ്വലാത്ത് ചൊല്ലുകയാണ് അല്ലെങ്കിൽ ഒരു ദിക്ർ ചൊല്ലുകയാണ്, അത് അതിൻ്റേതായിട്ടുള്ള ആ ഒരു വൃത്തിയിൽ, അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഭയഭക്തിയിൽ, പടച്ചവനോട് ചോദിക്കേണ്ട രീതിയിൽ നല്ല വസ്ത്രമൊക്കെ ഇട്ടിട്ട് ഒരു ഭാഗത്തിരുന്നു കൊണ്ടും മറ്റുള്ള സംസാരത്തിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും പോകാതെ ഈ ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ റബ്ബിനോട് ചോദിക്കുകയാണെങ്കിൽ ആ കാര്യം റബ്ബ് നമുക്ക് നൽകുക തന്നെ ചെയ്യും. അതിന് എത്ര നമുക്ക് കിട്ടൂല എന്ന് ആരൊക്കെ തന്നെ നമ്മളെ തള്ളി പറഞ്ഞാലും ആ ഇത്ത പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. തൻ്റെ വീട്ടുകാരടക്കം തന്നെ മോശപ്പെട്ട രീതിയിൽ പറയുകയും അതേപോലെ തന്നെ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ ഭർത്താവിനോട് പറയാറുണ്ടായിരുന്നു, അവൾ ഒഴിവാക്കിയിട്ട് വേറെ കെട്ടിക്കളാം. ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അയിത്ത പറഞ്ഞിരുന്നു, എൻ്റെ മനസ്സിൽ എന്തോ ഒരു കത്തി എടുത്തിട്ട് എൻ്റെ നെഞ്ചത്തിലേക്ക് കുത്തുന്ന അവസ്ഥയായിരുന്നു. എനിക്കിതൊന്നൊന്ന് പുറത്തിറങ്ങാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഇടങ്ങേറായി പോകില്ലേ. കാരണം നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുക ഇത്തരത്തിൽ എടാ അവനെ ഒഴിവാക്കിക്കളാ അല്ലെങ്കിൽ അവളെ ഒഴിവാക്കിക്കളാ, അനക്ക് വേറെ ഇനി കിട്ടൂലേ, ഇത്തരത്തിലൊക്കെ പറയുമ്പോൾ ഇത്താൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. അപ്പോൾ അതൊക്കെ കേട്ടിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നിപ്പോയി.
അപ്പോൾ എന്താണെങ്കിലും ഇപ്പം റാഹത്താണ്. പടച്ച തമ്പുരാന് നമുക്ക് ഒരു കാര്യം കുറച്ച് വൈകിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നൽകുന്നത് ഇരട്ടി മധുരമായിട്ടുള്ളതായിരിക്കും എന്ന് പറയുന്നത് വെറുതെ അല്ല. അതേപോലെ തന്നെയാണ് ഓരോ കാര്യം ഇത്തരത്തിൽ ഓരോ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ എടുത്ത് നോക്കുമ്പോഴും നമുക്ക് അത്തരത്തിൽ ഒരു ഇഷ്ടം തോന്നുന്ന ചില കാര്യങ്ങൾ അതിലുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഒരു മോട്ടിവേറ്റ് ആകുന്ന ചില കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു സ്വലാത്തിനെ മുറുകെ പിടിച്ചാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഈ ഒരു സ്വലാത്തിന് നിങ്ങൾക്കൊക്കെ പരിചയമുള്ള സ്വലാത്തുകളായിരിക്കാം. ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ള ഒരു സ്വലാത്താണ്. ഈ ഒരു സമയത്ത് ഞാൻ ഈ ഒരു 1001 കണക്ക് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വേറെയും ഒരുപാട് ദിക്കറുകളായിക്കോട്ടെ, അതുപോലെ തന്നെ സ്വലാത്തുകളായിക്കോട്ടെ, സൂറത്തുകളായിക്കോട്ടെ, ഇപ്പോൾ ഫതഹ് സൂറത്തൊക്കെ ഓതുന്ന ടൈമാണല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ഞാനൊരു 1,00,000 സ്വലാത്ത് നിയ്യത്താക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇത്താത്തമാർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും, ഒരുപാട് സഹോദരിമാർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഇത്തരത്തിൽ 1,00,000 കണക്കൊക്കെ പറയുമ്പോൾ ഒരുപാട് ഇത്താർ വന്ന് കമൻറ്റ് ചെയ്യുന്നതാണ്, ഇത്ര എണ്ണ അല്ലാതെ ചുരുങ്ങിയ എണ്ണത്തിൻ്റെ വല്ലതും ഉണ്ടോ, നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ട് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു 1001 കണക്കെന്ന് പറയുന്നിട്ടില്ലേ. ഈ 1001 എണ്ണം നമുക്കിത് ഏത് സമയത്തും ചൊല്ലി തുടങ്ങാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടില്ലേ. ഇനിയിപ്പോൾ നാളെ വെള്ളിയാഴ്ച രാവാണ്, നാളെ നിങ്ങൾക്ക് ഇത് ചെയ്ത് തുടങ്ങാം, ഇന്ന് നിങ്ങൾക്കിത് ചെയ്ത് തുടങ്ങാം, തിങ്കളാഴ്ച രാവിലെ നിങ്ങൾക്ക് ചെയ്ത് തുടങ്ങാം. അതേപോലെ തന്നെ ഒരു പ്രത്യേക സമയമൊന്നുമില്ല, സുബഹയ്ക്ക് ശേഷം മഗ്‌രിബിക്ക് ശേഷം അങ്ങനെ ഒരു സമയമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയത്ത്, നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്കിത് ചൊല്ലി തുടങ്ങാവുന്നതാണ്. നമ്മൾ ചൊല്ലേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതും അതേപോലെ തന്നെ പുന്നാര റസൂലിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരുന്നതുമായിട്ടുള്ളൊരു സ്വലാത്തുണ്ട്, ഇബ്രാഹിമിയ സ്വലാത്ത്. ഇബ്രാഹിമിയ സ്വലാത്തിനെ 1001 തവണ നല്ല മനസ്സോടുകൂടെ നിയ്യത്ത് വെച്ചിട്ട് പടച്ചോൻ്റെ ആ ഒരു തിരുസന്നിധിയിലിരുന്ന് നമ്മുടെ ആവശ്യം പറഞ്ഞ് റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യാം. ഇത്രയുള്ള ആവശ്യം, ഏതൊരു ആവശ്യവും റബ്ബ് സുബ്ഹാനഹു തആല സാധിപ്പിച്ച് തരിക തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഹൈറും ഹലാലും ആയിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ച് തരട്ടെ. ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് പ്രതീക്ഷകളുള്ള ആളുകളാണ് നമ്മളൊക്കെ. അതിലൊക്കെ റബ്ബ് നമ്മളെ വിജയിപ്പിച്ച് തരട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. ഒരു ചാനലിനെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. ഒരു കാര്യം കൂടെ പറയുകയാണ്, ഈ ഒരു സ്വലാത്ത് ചെയ്യുമെന്ന് ഉറപ്പുള്ള ആളുകൾ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കൂടെ ശ്രമിക്കുക. ഞാൻ ഓരോ വീഡിയോസിലും ഇങ്ങനെ കമൻറ്റ് ചെയ്യണമെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.